ഹായ് എവരിവൺ, ഞാൻ അമൃത. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കോളേജ് പരിചയപ്പെടുത്തി തരാം. ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല, കാരണം ഇതാണ് എൻ്റെ കോളേജ്. അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ട ഫോട്ടോ. ഒരു 300 ഏക്കേഴ്സ് വരുന്നൊരു വാസ്റ്റ് ഏരിയ ആണ് നമ്മുടെ കോളേജ്. നമ്മുടെ കോളേജിൽ വെറ്റിനറി മാത്രമല്ല, ഇത്രയും കൂടെ കോഴ്സസ് ഉണ്ട്. കോളേജിന്റെ മോസ്റ്റ് ഓഫ് ദി ഭാഗം ബിൽഡിങ്സ് അല്ല, ഫാമുകളാണ്. ഇവിടുത്തെ ഫാം ആനിമൽസിനുള്ള ഫോഡോ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് മോസ്റ്റ് ഓഫ് ദ പ്ലേസസ്. പിന്നെ മെയിൻ ഒരു അട്രാക്ഷൻ വരുന്നത് മണ്ണുത്തി എന്ന് പറയുമ്പോൾ ഒരു സിറ്റി ആണെങ്കിലും നേരെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കോളേജ് ഒരു ഗ്രീനറി നിറഞ്ഞ കോളേജാണ്. നമ്മുടെ കോളേജിന് നേരെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഹൈവേ ആണെങ്കിലും ഉള്ളിൽ നല്ല പീസ്ഫുൾ ആൻഡ് കാം വൈബ് ആയിരിക്കും എപ്പോഴും. നമ്മുടെ ക്ലാസ്സസ് വരുന്നത് ഈ സ്റ്റേഡിയം മോഡലിലാണ്. പിന്നെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് 3 സബ്ജക്റ്റ് ആണുള്ളത്: ഫിസിയോളജി, അനാട്ടമി, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. അതിൽ ആദ്യത്തെ 2 ക്ലിനിക്കലും മൂന്നാമത് നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റുമാണ്. പിന്നെ ക്യാമ്പസിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് ഹോസ്പിറ്റൽ വരുന്നത്. പിന്നെ നോൺ ക്രെഡിറ്റ് കോഴ്സായിട്ട് സ്പോർട്സ്, NSS, NCC ഉണ്ട്. അത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. സ്പോർട്സ് നമുക്ക് നോൺ ക്രെഡിറ്റ് കോഴ്സായിട്ട് ചൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് NCC ആയാലും NSS എടുത്താലും സ്പോർട്സിന് പോവുകയും ചെയ്യാം. സ്പോർട്സ് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ കോളേജ് ബിൽഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ, ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ, എല്ലാ ഗ്രൗണ്ടിലും അത്യാവശ്യം നല്ല വലിയ ഗ്രൗണ്ടുകളാണ് കേട്ടോ. ഗ്രൗണ്ടുകളും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്പേസ് പോകുന്നത് നമ്മുടെ ആനിമൽസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഫാമിലായിട്ട് നമ്മൾ വളർത്തുന്നത് ബഫല്ലോ, കാറ്റൽ, പിഗ്, ഗോട്ട് ആൻഡ് ഷീപ്പ്, അതുപോലെ സ്മോൾ ആനിമൽസ്, റാബിറ്റ്, റാറ്റ്, ഹാംസ്റ്റർ പോലുള്ളത്. പിന്നെ നമുക്ക് പോൾട്രിയിൽ ഡക്ക്, ഗീസ്, ചിക്കൻ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം പട്ടിനെയും പൂച്ചേനും തന്നെയാണ്. അതിവിടെ ഫാമായിട്ടൊന്നുമില്ല, പക്ഷെ കോളേജിനുള്ളിൽ തന്നെ ഇഷ്ടം പോലും കുസൃതി കുടുക്കുകളുണ്ട്. പിന്നെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഒരു IP വാർഡ്, ഇൻപേഷ്യൻ്റ് വാർഡ് വരുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് അബാൻഡൻ ആയിട്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിനുള്ളിൽ തന്നെ ആയാലും എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു IP വാർഡ്, അത് നോക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും കൂടി തന്നെയാണ്. ആർട്സിനും സ്പോർട്സിനും ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കോളേജ്. കാരണം ഇവിടെ കലോത്സവം നടക്കാറുണ്ട്. പിന്നെ സ്പോർട്സ് ആണെങ്കിൽ ഇന്റർ കോളേജ്, ഇന്റർ യൂണിവേഴ്സിറ്റി, അങ്ങനെ എല്ലാ രീതിക്കുള്ള സ്പോർട്സ് നടക്കാറുണ്ട്, ആർട്സ് നടക്കാറുണ്ട്. ഇപ്പോൾ കൾച്ചറൽ ഇവന്റ്സ് ആയാലും ഇഷ്ടം പോലെ നടക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 6 മന്ത്സ് ആയിട്ടുള്ളൂ. ഇപ്പോൾ DJ പാർട്ടി, ഫോം പാർട്ടി, കൺസേർട്ട്, അങ്ങനെയുള്ള എല്ലാ ഇവന്റ്സിനും അല്ലെ എല്ലാ ഫെസ്റ്റിവൽസിനും ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കാറുണ്ട്. അത്യാവശ്യം വലിയ ഗ്രൗണ്ട് ആയിട്ട് തന്നെ കുറേ ടീംസിന് ഒരുമിച്ച് കളിക്കാനുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ജിമ്മുണ്ട്. ജിമ്മിൽ ഇവിടുത്തെ സ്റ്റുഡൻസിന് പെർ മന്ത് 100 റുപ്പീസ് വരുന്നുള്ളൂ. അത്യാവശ്യം എക്യുപ്മെന്റ്സ് ഉള്ള ഒരു നല്ല ജിം തന്നെയുണ്ട്. ബ്രീഫ്ലി പറയുകയാണെങ്കിൽ ഇതാണ് CVS മണ്ണുത്തി. അത്യാവശ്യം നല്ല കോളേജ് ലൈഫ് കിട്ടുന്ന ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉള്ള കോളേജാണ് മണ്ണുത്തി. ഇനിയും കോളേജിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുള്ളവർ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ശരി, ഓക്കെ, ബൈ.